ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ല നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെമ്മീൻ കറി എന്ന് പറഞ്ഞതിന് നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പം എന്താണെന്നറിയാമോ, ചെമ്മീൻ നല്ല കുടംപുളിയൊക്കെ ഇട്ട് പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് നല്ലൊരു ചെമ്മീൻ കറിയാണ്, റോസ്റ്റ് അല്ല കേട്ടോ, ചെമ്മീൻ കറിയെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചെമ്മീൻ കറിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്കിതാ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഒരു മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതാ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് തേങ്ങാക്കൊത്താട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തേങ്ങ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പം തേങ്ങ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം ആ തേങ്ങാക്കൊത്ത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഒരു സ്പൂൺ ഒന്നേകാൽ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ കുടംപുളി വെള്ളമാണ് ഒഴിക്കുന്നത്. കുടംപുളിയും അത് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് പതുക്കി ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പം ഒരു ചെറിയ കുഞ്ഞു കഷ്ണം കുടംപുളി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിന് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം തന്നെ നല്ല പുളി ആയിരിക്കും. ഈ ഒരു പുളി ഇട്ടാൽ നല്ല പുളി ആയിരിക്കും കേട്ടോ ഈ പുളിക്ക്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് പതുക്കി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ ആദ്യം മറന്നു പോയായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് ഇതാക്കി വെക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. നല്ല അടിപൊളി ചെമ്മീനാട്ടോ, നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവേ. പിന്നെ ഈ ചെമ്മീനകത്തൊന്നും കൂടെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. വെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അടിച്ച് വെക്കാവേ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ചെമ്മീനൊക്കെ നന്നായിട്ട് തിളച്ച് കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു തേങ്ങാപ്പാലൊക്കെയാണ് നമ്മൾ ഒഴിച്ച് കറി വെക്കുന്നതെന്ന്. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ ചെമ്മീൻ കറിയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് തേങ്ങാപ്പാലിൽ കിടന്നാട്ടോ ഇനി വേകുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ചെമ്മീനെല്ലാം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും കേട്ടോ. പിന്നെ ഇതിലും ചാറ് നന്നായിട്ട് പറ്റും കേട്ടോ. അധികം ചാറ് പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു കുറുകിയൊരു ചാറിൽ നമ്മളാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മളിനി അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മസാല അതെന്താണെന്നറിയാമോ? ഉലുവ കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ
തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വറുത്ത് പൊടിച്ച ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉലുവ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചെമ്മീൻ കറിക്ക്. അപ്പോൾ ഇതാ ഉലുവാക്കി ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കുക കേട്ടോ. പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി അത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാവേ. കണ്ടില്ലേ, നമ്മുടെ ചെമ്മീനൊക്കെ നല്ലൊരു മണവും ഉലുവ വറുത്ത് പൊടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ പതുക്കെ ഒന്ന് തിളപ്പിച്ച് ചാറൊക്കെ പതുക്കെ നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇതാ നല്ല കടുകൊക്കെ താളിച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയെ. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്